ദ ബിഗ്ഗസ്റ്റ് ഫാമിലി ഫൺ ഗെയിം ഷോ സൂപ്പർ ഫാമിലിയ സീസൺ 3 രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങൾ അകത്ത് കയറുകയാണ് ഗെയ്സ്. അകത്ത് കയറിയ ഉടൻ തന്നെ നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റും വാങ്ങി വളരെ സന്തോഷം. അത് പാർട്ടിസിപ്പേഷനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. കോൾ വഴിയാണ് സെലക്ട് ആയിട്ട്, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. ഫോർത്ത് റൗണ്ടിലായിട്ട് ഞങ്ങൾ ഔട്ടായി. ചെറിയ ചെറിയ ഗെയിംസാണ് കേട്ടോ, സിമ്പിൾ ഗെയിംസാണ്. പിന്നെ നമുക്ക് ഭാഗ്യം കൂടി ഇതിൻ്റെ കൂടെ തുണയ്ക്കണം. ഭാഗ്യമില്ലെങ്കിൽ ഔട്ടാവും ഡയറക്റ്റ്. പക്ഷേ നമുക്ക് സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം വന്ന സുഹൃത്ത് ഷിഷാം ഷൈല ഫാമിലി അങ്ങനെ ഫൈനൽ റൗണ്ട് എത്തി റണ്ണറപ്പും ആയിട്ടുണ്ട്. ഇതാണ്ട് നിൽക്കുന്നത്. ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. പക്ഷെ അത് ഫൈനൽ റൗണ്ടിലേക്കുള്ള ചിരിയാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓൾറെഡി അവനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും ഫൈനലിൽ എത്തും എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഗെയിംസുകളൊക്കെ ഇനി ഈ വീഡിയോയിൽ കാണാൻ കഴിയും. വളരെ താങ്ക് യു സോ മച്ച് ഫോർ ദി റേഡിയോ മലയാളം 98.6 FM ഫോർ ദിസ് ബിഗ്ഗസ്റ്റ് ഇവൻറ്റ്. സൂപ്പറായിരുന്നു. ഫാമിലികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കിടിലം പ്രോഗ്രാമാണ് കേട്ടോ. എല്ലാവർക്കും പങ്കെടുക്കാം. ചെറിയ ചെറിയ സ്മോൾ ടാസ്കുകളാണ്, അതും സിമ്പിൾ ടാസ്കുകളാണ് ഇവർ ഫാമിലീസിന് കൊടുക്കുന്നത്. ഭയങ്കര വലിയ ടാസ്ക്കൊന്നും അല്ല. പിന്നെ കുറച്ച് ഭാഗ്യവും നറുക്കെടുപ്പും അതൊക്കെയാണ് ഇവിടുത്തെ. ഒരുപാട് സമ്മാനങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സമ്മാനങ്ങളും വലിയ സമ്മാനങ്ങളും എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. കാണികൾക്കും കൊടുക്കുന്നുണ്ട്, അവർ പങ്കെടുത്ത ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഔട്ടായിട്ടും പിന്നെയും നറുക്കെടുത്തിട്ട് ഫൈനലിസ്റ്റിലേക്ക് ഒരാളെ കൂടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അത് വളരെ അഭിനന്ദനാർഹമാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമുകൾക്കാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വോളണ്ടിയേഴ്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ സംഭവം അറേഞ്ച് ചെയ്ത് കീ കണ്ടെത്തണം. ഈ പെട്ടി നിങ്ങൾ തുറന്നു. ഇനി രഹസ്യമുറി തുറക്കാനുള്ള കീ കണ്ടെത്തണം. ഈ പെട്ടിയിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്ത് കീ കണ്ടെത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അവസരങ്ങളുണ്ടാകും. ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ആണ് ഇപ്പോ നമ്മുടെ സ്ക്രീൻ. Oh my God! La tipa se arrancó, parece que le falta hacer y te hacemos. ¿Y qué fue? Ni siquiera con la chapa va a ser que ആരാണോ ആരുടെ കയ്യിലാണ് ഇതിലാരും പുറത്താവുന്നില്ല, ആരും പുറത്താവുന്നില്ല. ഓക്കെ, ഒരു ക്ലോത്ത് മാറ്റും, ഒരു ക്ലോത്ത് മാറ്റും. 5 ക്ലോത്ത് ആക്കും. 5 ക്ലോത്ത് ഉറപ്പ് വരുന്നു. ഇപ്പൊ 5 ക്ലോത്ത് ഉറപ്പ് വരുന്നു.
5 ക്ലോത്തുകളുണ്ട്. നോക്കണ്ട. അങ്ങനെ പകുതിക്ക് ഇറങ്ങി വെച്ചോ. ഒന്ന് ക്ലോത്ത് കുഞ്ഞു പിടിക്കും. ഇത് വേറെ കണക്കിലുണ്ടോ? ക്ലോത്ത് 4 5 ക്ലോത്തുകളുണ്ട്. ഓക്കെ, റെഡി. മ്യൂസിക് പ്ലീസ്. I keep away from the run around Suey. There's the best and smile on the face. Your hand and this girl won't please. So if you don't want to cry like I do, I'll keep away from the run around Suey. You may not want
So I can run up to the wall, let's do it, and we open the door. I know this crazy Everybody needs somebody. Everybody needs somebody to love. What we're gonna do right here is go back, way back into time. ഇവിടെ നിങ്ങളുടെ ജീവിതം കരുതലോടെ കെട്ടിപ്പടുക്കാം. വേഗത്തിൽ അത് പൂർത്തിയാക്കുന്നവർക്ക് ഇവിടെ തുടരാൻ കഴിയും. റൂൾസ് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. റൂൾസ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. പെട്ടെന്ന് come on. Fast. Volunteers help ചെയ്യണ്ട. Volunteers വേറെ ഒരു help ചെയ്യണ്ട. Volunteers ഒരു help ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ നല്ല കൈയ്യടി. Volunteers ഒരു help ചെയ്യണ്ട. ക്ലാസ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. പേപ്പർ കപ്പ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. Volunteers ഒരു help ചെയ്യണ്ട. Volunteers പേപ്പർ കപ്പ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. ഏറ്റവും ആദ്യം ആരാണോ ചെയ്യുന്നത് അവര് ജയിച്ചു. Yes, finish. Come on. Finish. 138, 188, 158. കഴിഞ്ഞു പരിപാടി. നല്ലൊരു കാര്യം കേട്ടോ. 188. നിങ്ങൾക്കൊക്കെ സമ്മാനം കേട്ടോ. ഉണ്ട്. ഒരാൾ അടിപൊളി. ഔട്ട് ആവുന്നവരുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റോ. ടീം ഔട്ട് ആവുന്നവരുടെ നമ്പർ നോട്ട് ചെയ്യും. ആൻഡ് വിന്നർ ആയിട്ടുള്ള നമ്പർ നോട്ട് ചെയ്യും. ആൻഡ് സെക്കൻഡ് റൗണ്ടിലെ ടീം വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. ഇവരുടെ പെടലിൽ പോകുന്നുണ്ടോ നോക്കുക. വൈഫിന് ആരാണോ കൂടെ ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. വാഗോട്ട് പറഞ്ഞു കൊടുക്കാം. മാറ്റിയിട്ട് ഇങ്ങോട്ടിട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, പറയാനേ പാടുള്ളൂ. കൈയ്യടി എടുക്കാട്ടോ. ഫൈനൽ റൗണ്ട് ആണ്. നല്ലൊരു കൈയ്യടി എടുക്കാട്ടോ. എന്തൊരു കൈയ്യടി എടുക്കുക. സപ്പോർട്ട് കൊടുക്കുന്നത് എന്താണ്? ഓക്കെ, ആദ്യത്തെ ടീം എങ്ങനെ പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാതെ അവര് ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. അവിടെ വമ്പൻ മത്സരം നടക്കുന്നുണ്ട്. From the top, boy, സീസൺ 3 ആ 5 ഫൈനലിസ്റ്റുകൾ എത്തുകയാണ് നമ്മൾ സ്റ്റേജിലേക്ക്. ഒരു ഉഗ്രം കൈയടിക്കുക. എല്ലാവരും കൂടി മനസ്സ് നിറഞ്ഞ കൈയടി. വൈഫാണ് സംസാരിക്കുന്നത്. ഓക്കെ, യെസ്. ഹലോ. 1 മിനിറ്റ് ഉള്ള ആ ടൈം കേട്ടോ. നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇഷാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ റേഡിയോ മലയാളത്തിനോട് വളരെയധികം നന്ദി. പിന്നെ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അവള് പറയും. കാരണം ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ കുറച്ച് പറയാണ്ട് ഈ R&B ഡ്രസ്സും തമ്മിൽ അവള് പറഞ്ഞോളൂ.
വിസിറ്റ് ചെയ്യാറ് RMB തന്നെയാണ് മെയിനായിട്ട് വിസിറ്റ് ചെയ്യല്. ഞാനെപ്പോഴും വരുമ്പോ ഒരു ഡ്രസ്സ് കണ്ടെക്കലുണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോ വാങ്ങാൻ. അങ്ങനെ കണ്ടുവച്ചൊരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. അതുകൊണ്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യാനും പറ്റി, പെട്ടെന്ന് പരിപാടി. എന്നും RMB വരുമ്പോ ഒരു ബാഗ് വാങ്ങി തരണം പറയലുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 200 വൗച്ചർ കിട്ടി ബാഗ് വാങ്ങി കൊടുത്തതിൽ വളരെയധികം സന്തോഷം ഈ റേഡിയോ മലയാളത്തിനോട്. കുറെ കാലമായിട്ട് പറയുന്ന കാര്യമാണ് ഒരു ബാഗ് വാങ്ങി തരണല്ലേ. അപ്പൊ വളരെ നന്ദി. നമ്മൾ വിചാരിച്ച ഔട്ട്ലെറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല രസം. ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്, അതിനെ കുറിച്ച് അത് പോക്കറ്റ് വെച്ച് മടക്കി ഡെവലപ്പിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ പാരന്റിങ്. ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇവര് ഇന്ന് ആലോചിക്കുകയാണ് നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചാണ് പറയേണ്ടത് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്താ വെച്ചാല് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത ജനറേഷൻ വരാനുള്ളത് ഇവരൊക്കെ തന്നെയാണ്. ഇവരൊക്കെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചെറുപ്പത്തെ പോലത്തെ രീതികളല്ല. നമ്മളെന്ത് ചെയ്യും, പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കുറെ കാര്യങ്ങൾ ചെയ്യണ്ടാവുക. നമ്മളെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ത് ചെയ്യണേ, എന്താ പറയണേ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഇപ്പൊ തന്നെ കുറെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളെ എന്തുണ്ട്, ഓർക്കൊരു വീക്ഷണം ഉണ്ട്, ഇന്നെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഇവളാണെങ്കിൽ തന്നെ ഓളെ കുറെ സ്വന്തം കാര്യങ്ങൾ ഓളെന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നാമത് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും മറ്റും വർഷമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ യൂട്യൂബൊക്കെ കാണാൻ ആകെ 4 MB ഉണ്ടാവും, അതിലെത്ര യൂട്യൂബ് കാണാൻ പറ്റുമെന്നൊക്കെ നമുക്ക് അറിയാം. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പത്തെ ജനറേഷൻ IT യുഗമാണ്, ഇൻഫർമേഷൻ ടെക്നോളജി, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണ്. അപ്പൊ അടുത്ത ജനറേഷൻ പക്ഷെ പറയാനുള്ളത് വെച്ചാല് ജനറേഷൻ എങ്ങനെ മാറിക്കഴിഞ്ഞാലും ഈ ഒരു ബോണ്ടിങ് എപ്പോഴും നമ്മുടെ പാരന്റ്സ് കുട്ടികൾ തമ്മിലുള്ള ബോണ്ടിങ് എപ്പോഴും നല്ല ബോണ്ടിങ് ആയിരിക്കണം. ജനറേഷൻ മാറിക്കഴിഞ്ഞാലും ഈ ഒരു സ്നേഹങ്ങളോ കാര്യങ്ങളോ മാറ്റങ്ങളോ ഒന്നും വരുത്തരുത്. അപ്പോ എല്ലാരോടും അതന്നെയാണ് പറയാനുള്ളത്. ഇത് ബാക്കി എന്തെങ്കിലും പറയണ്ടെങ്കിൽ അവള് പറയും. ഈ ഒരു സ്നേഹം എന്ന് നിലനിൽക്കാൻ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. നമ്മള് ജീവിച്ച ഒരു അന്തരീക്ഷത്തിലല്ല മക്കളിപ്പോ ജീവിക്കണം. അവർക്ക് എല്ലാ സാധനങ്ങളും അവർ പറയുന്ന സമയത്ത് കിട്ടുക, ആ ഒരു സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എന്ത് സാധനം പറഞ്ഞാലും നമ്മള് അപ്പൊ വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. നമ്മളെ പാരന്റ്സിന് അതിനുള്ള ഒരു സാമ്പത്തികമായാലും അതുപോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് വളരെ ലക്കിയാണ്. അവർക്ക് നന്നായിട്ട് പാരന്റ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു. വളരെ ഇതുപോലെ പോവാൻ കഴിയണമെന്ന ആഗ്രഹം. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ പറയും ആൽഫ ടീം, അങ്ങനെ ഓരോ 3, 2, 1 ടൈം അപ്പ്. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ എത്രത്തോളം അവർക്ക് ഫ്രീഡം കൊടുക്കും, എത്ര കാലം അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടും, ടീനേജ് ആവുമ്പോൾ ഇടപെടുമോ, യൂത്ത് ആവുമ്പോൾ ഇടപെടുമോ, അതെല്ലാം അവരുടെ കാര്യങ്ങൾ അവര് തീരുമാനം എടുക്കുവാൻ സന്തോഷപൂർവ്വം അവര് സമ്മതിക്കും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയാനുള്ള വെച്ചാല് ഞാന് ഇപ്പൊ നെക്സ്റ്റ് ജനറേഷനെ പറ്റിയാ പറയുന്നത്. പക്ഷെ ഞാൻ ജീവിച്ച ജനറേഷന്റെ സമയത്ത് തന്നെ എന്റെ വാപ്പ എന്റെ ഉമ്മ നമ്മള് എന്താണ് തിങ്ക് ചെയ്യണത് അത് മനസ്സിലാക്കിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് അടുത്ത ജനറേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് എന്താണ് ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് ഓരോരോ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് ചെറുപ്പം മുതലേ അവർക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുത്ത് അടുത്ത അവർക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം നമ്മള് ഒരു ഏജ് എത്തട്ടെ, എന്നിട്ട് അവർക്ക് ഫ്രീഡം കൊടുക്കാം. അടുത്തൊരു ഏജ് എത്തിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ 18 വയസ്സാവട്ടെ എന്നിട്ട് മതി വണ്ടി ഓടിക്കില്ല, അങ്ങനെയല്ല. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് അടുത്ത ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കണം. എന്നാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, തിരിച്ച് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവും. അത് കരുതിയിട്ട് നമ്മൾ ഓവറായിട്ട് എന്ത് ചെയ്യരുത്, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുക, എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യരുത്. അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് തെറ്റാണ് നല്ലതാണ് മനസ്സിലാക്കിയത് അത് ഈ ജനറേഷൻ ഈ സമയത്ത് തന്നെ ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മളെ അവർക്കെല്ലാം ഫ്രീഡും കാര്യങ്ങളും കൊടുത്തു കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, സെൽഫായിട്ട് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാവും. അപ്പൊ അതാണ് ഞാൻ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ആരാകും ഫൈനൽ വിന്നർ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യോ നമുക്ക്. Finalist. I'm going to announce the 5th, 4th and 3rd winner. Jibin first. Here we go. Chess number 2. Can we have all the prizes for them? I'm just going to repeat the prizes.
for us to decide who is going to be that family. We'll be walking away with a completely paid trip to Turkey and plenty of other prizes. Joining with me to do that big task, Jibil. നമുക്ക് തുടങ്ങാം. ശരിക്കും ഒരു ബിഗ് ടാസ്ക് ആയിരുന്നു ഇത്രയും ഫാമിലി. എനിക്ക് തോന്നുന്നു ഖത്തറിൽ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല ഇങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത്. അത് കുറച്ച് ടഫ് ടാസ്ക് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് 3 വർഷമായിട്ട് ഇത് ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. നമ്മൾ ഫൈനൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജഡ്ജസിന്റെ ഒരു വാക്കുകൾ കേൾക്കാം. മാം പ്ലീസ്. 3 winners one by one. I request everyone to kindly put your hands together for this 3 couples is going to be in the limelight in this big venue in Doha Mall. അപ്പൊ നമ്മളിവിടെ ഒരു കഥയായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 കുട്ടികൾ ആമസോൺ കാട്ടിലേക്ക് നിധി തേടി പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ അവര് പെട്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. നേരത്തെ ഒരുപാട് ആളുകൾ 250 ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ അത് 3 പേരിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അവരെ രക്ഷിക്കേണ്ടത് യഥാർത്ഥ നിധി എന്താണെന്ന് കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ 3 പേരിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ 3 പേരിൽ ഒരാളായിരിക്കും നമ്മളുടെ വിന്നറായിട്ട് വരാൻ പോകുന്നത്. ഞാനിപ്പോ ഈ എൻവലപ്പ് നിങ്ങളായി തരും. നിങ്ങളിത് അത് ഞാൻ പറയുന്ന ആളുകൾ മാത്രമേ വായിക്കാവൂ കേട്ടോ. 442 ആരായിരുന്നു? 442 വായിക്കരുത്. അത് അവിടെ വെച്ചാൽ മതി കേട്ടോ, കയ്യിൽ വെച്ചാൽ മതി. ആൻഡ് 289 ആരായിരുന്നു? 289 കയ്യിൽ വെച്ചാൽ മതി. ആൻഡ് 188 അല്ലേ? ഓക്കെ, കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിനി ഇതില് ഒരാളെ കൊണ്ട് ഇത് വായിപ്പിക്കാൻ പോവാണ്. 289 എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് വായിക്കൂ. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, ഒരു സ്ഥാനവും ചെറുതല്ല, പരിശ്രമം തുടർന്ന് ഓടിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായോ? ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, ഒരു സ്ഥാനവും ചെറുതുമല്ല, പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. 3rd പ്രൈസ് ആണ് നമ്മുടെ ഈ ഒരു ടീമിന്. നല്ലൊരു കൈ എടുക്കട്ടോ, നല്ലൊരു കൈ എടുക്കട്ടോ. സൂപ്പർ. ഓക്കെ, ഇനി നമുക്കിവിടെ 2 പേര് കൂടി ഉണ്ട്. 2 ടീമുകൾ കൂടി ബാക്കി നിൽക്കുന്നു. നിധി എന്താണെന്ന് കണ്ടെത്താനായിട്ടുള്ള ലെറ്റർ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആരായിരിക്കും ഓപ്പൺ ചെയ്യേണ്ടത്? നിധി കണ്ടെത്താൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? ഇവരിൽ ആരായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? ആരായിരിക്കും? ഓക്കെ, ഈ കപ്പിളിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒന്ന് റേസ് യുവർ ഹാൻഡ്. What's your name again? Lima. Sujesh and Lima. How many votes? Very few hands. Okay. ഇവിടെ Again, what's your name again? Isham and Sheila. Isham and Sheila. Isham and Sheila സപ്പോർട്ട് ചെയ്തു. ഗാലറി മൊത്തം നിങ്ങൾക്കാണല്ലോ. ഓക്കെ, ഇഷാം. പക്ഷെ നമുക്ക് ഇതില് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, വാല്യൂ പോയിന്റ്സ് ഉണ്ട്. വളരെ ചെറിയ വ്യത്യാസങ്ങളെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. 442 ഒന്ന് വായിക്കൂ. ആ നിധി ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. സ്ക്രീനിലേക്ക് അല്ല ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. നമുക്കത് ഒച്ചത്തിൽ കേൾക്കാം, നല്ല ശബ്ദത്തിൽ നമുക്കത് കേൾക്കാം. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കാണ് നിധി സ്വന്തമാക്കാനും പിക്കുവിനെയും കൂട്ടുകാരെയും രക്ഷിക്കാനും സാധിക്കുക. നിങ്ങൾക്കുള്ള നിധി ഇതാണ്. നിങ്ങൾക്ക് മനോഹരമായ ഒരു കുടുംബമുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ കഴിയുന്ന സൗഹൃദമുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ നിധി. Yes, the winner 442. Please. Chess number 442. Look at the smile on their face there above the moon. Ladies and gentlemen, they deserve a big round of applause from all of us here. And they are the winner. And 188, എനിക്ക് തോന്നുന്നു 1.5 മാർക്സ് ആണ് കേട്ടോ. 1.5 മാർക്സിന്റെ വ്യത്യാസത്തിലാണ് ഇവർക്ക് 2ാം സ്ഥാനമായിരിക്കുന്നത്. അപ്പോ ആ ലെറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് വായിക്കാം. ഒരു സ്ഥാനവും ചെറുതല്ല. നമ്മള് ഇനിയും പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ആൻഡ് ഈ നിധിയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു നിധി ഇല്ല. അതൊക്കെയുള്ള ആൾക്കാരല്ലേ നമ്മളല്ലേ? അപ്പൊ നമുക്കൊക്കെ ഓൾവേസ് നിധി കിട്ടിയ ആളുകളാണ്. ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്ന മറ്റ് മെറ്റീരിയൽ നിധികളിലേക്ക് പോവാം പ്ലീസ്. Anything to say?
പ്രതീക്ഷിച്ചില്ല. ഒന്നോ രണ്ടോ റൗണ്ട് ഗെയിം കളിച്ച് പോകുന്ന ആൾക്കാരാണ്. ഇത് അൺഎക്സ്പെക്ടഡ് ആണ്. താങ്ക്സ്. That's what we do. All right, without wasting time, the title winner is going to walk away with plenty of prizes. It's a long list. First of all, I request the Visa guys if you can come forward. The high jewelry, 65-inch LED TV. Thank you so much, Ms. Bianca. You can. As going to be, can you please come to the middle, center of the stage, please? Bianca is joining there as going to give away the trophy. Second, first runner-up of Super Familia Season 3. ഫൈനലിൽ വിന്നറാവുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടീമാണ് കേട്ടോ ഇത്, ഈ ഫാമിലി. പക്ഷെ എന്തോ ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ ഒക്കെ റിസൾട്ട് മാറിപ്പോയി. എന്നിരുന്നാലും വളരെയധികം സന്തോഷം. ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓസ്കാറിൻ്റെ TV, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഗെയ്സ് എയിലസ, അപ്പോൾ വളരെ ഹാപ്പി, വളരെ സന്തോഷം. റേഡിയോ മലയാളം 98.6 FM നെക്സ്റ്റ് സീസണിൽ കാണാം. Waiting for the Super Familia Season 4. Inshallah. We'll see you in the next event. Bye-bye.